Good afternoon. Good afternoon, ma'am. Okay, നമ്മള് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. എവിടെ വരെയാണ് നമ്മൾ ഏതൊക്കെ ആക്ട് വരെ പറഞ്ഞു നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സില്? ഫാർമസി ആക്ടും ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്? ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് ലോ ഓഫ് ടോൾസ് മുതല് എടുക്കണം അല്ലെ, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വരുന്നതാണ് ലോ ഓഫ് ടോൾസ്. The word tort is derived from the Latin word tortus. ആദ്യത്തെ ആ ഒരു രണ്ട് സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, ചോദിക്കാനുള്ള ഭാഗമാണ് ലോ ഓഫ് ടോൾസ് എന്ന് പറയുന്നത്. അപ്പൊ the word tort is derived from the Latin word tortus, which means ഇപ്പൊ torts എന്ന് പറയുന്ന tort എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിന്റെ മീനിങ് ആണ് വിച്ച് മീൻസ് ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക് എന്ന് വെച്ചാൽ വളഞ്ഞ അല്ലെങ്കിൽ വളച്ചൊടിച്ച എന്നൊരു അർത്ഥമാണ് വരുന്നത്. അപ്പൊ ദ വേർഡ് ടോർട്ട് എന്ന് പറയുന്ന വേർഡ് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ടോർട്ടസിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ഓർ ക്രൂക്ക്ഡ് എന്ന് വെച്ചാൽ വളഞ്ഞ അല്ലെങ്കിൽ വളച്ചൊടിച്ച എന്നൊരു അർത്ഥമാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, ഇനി ഇത് എന്ത് ചെയ്യുന്നു, നിർവചിക്കുകയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് ഒരു ടോർട്ട് എന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. എനി wrong, injury or damage if done to the person for which a civil suit can be brought. അതായത് ഇത് ശരിക്കും ഒരു ടോർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിളി നമുക്ക് പറയാം ഇതൊരു സിവിൽ പരമായിട്ടുള്ള ഒരു wrong അല്ലെങ്കിൽ തെറ്റാണ്. അതായത് മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുത്തുന്ന ഏതൊരു സിവിൽ തെറ്റിനെയും നമുക്ക് എന്തെന്ന് വിളിക്കാം, ടോർട്ട് എന്ന് വിളിക്കാം. അതായത് അവരുടെ നിയമപരമായിട്ടുള്ള അവകാശങ്ങളുടെ ഒരു ലംഘനമായിട്ടാണ് നമ്മൾ അവിടെ കണക്കാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തെറ്റായ രീതിയിൽ അവരോട് പെരുമാറുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പരിക്കുകൾ സംഭവിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ, അതായത് മറ്റുള്ളവരിൽ നിന്ന് അപ്പൊ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് തെറ്റായ രീതിയിൽ നമ്മളോട് പെരുമാറുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമുക്ക് നേരിടേണ്ടി വന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ ഒരു നാശനഷ്ടം നമുക്ക് നേരിടേണ്ടി വന്നാൽ ആ ഒരു വ്യക്തിക്ക് അതിനെതിരെ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാം എന്നതാണ് ടോർട്ട് എന്ന്, ലോ ഓഫ് ടോർട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ലോ ഓഫ് ടോർട്സ് എന്ന് പറഞ്ഞാൽ, ടോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു സിവിൽ റോങ് ആണ് അല്ലെങ്കിൽ ഒരു സിവിൽ തെറ്റാണ്. അതായത് മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുത്തുന്ന ഒരു സിവിൽ തെറ്റിനെയാണ് നമ്മൾ ടോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും അവരുടെ അവകാശങ്ങളുടെ ലംഘനമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതുവഴി ഒരു വ്യക്തിയെ മറ്റൊരാള് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റായ രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ അവരോട് പെരുമാറുകയോ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പരിക്കുകൾ വേറൊരു വ്യക്തിയിൽ നിന്ന് ഏറ്റിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡാമേജുകളോ ഒരു വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അവർക്ക് അതിനെതിരെ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാം എന്നതാണ് ലോ ഓഫ് ടോർട്സിലൂടെ പറയുന്നത്. ക്ലിയർ ആണോ? ലോ ഓഫ് ടോർട്സ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, അതിന് കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. കുറച്ച് എക്സാമ്പിളുകൾ പറയുന്നു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്കൊരു കേസ് ഫയൽ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അതിലൊന്നാമത്തതാണ് ആക്ട് ഓഫ് wrongful commission, that is unnecessary operations. എന്ന് വെച്ചാല് ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതായത് അൺനെസസറി ഓപ്പറേഷൻസ്, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ഏർപ്പെടുന്നത്. ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ മറ്റൊരു വ്യക്തി ഏർപ്പെടുകയാണെങ്കിൽ അത് നമുക്കൊരു സിവിൽ കേസായിട്ട് ഫയൽ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ ഒരു അനാവശ്യമായ രീതിയിൽ മറ്റൊരു വ്യക്തി ഇടപെടുന്നു അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാലോ? ഫയൽ ചെയ്തൂടെ? ചെയ്യാമോ? ഇതാണ് റിപ്ലൈ ഇല്ലാതെ ചെയ്യാം. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ പറയുന്നത്.
രണ്ടാമത്തത് ആക്ട് ഓഫ് ഒമിഷൻ, അതായത് ഒഴിവാക്കൽ പ്രവൃത്തി. എന്ന് വെച്ചാൽ ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസേൺ. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി പഠിച്ചില്ലേ? പഠിച്ചിരുന്നോ? ഏതെങ്കിലും ചാപ്റ്ററിൽ നമ്മൾ ഓട്ടോപ്സി പഠിച്ചിരുന്നോ? വെരി ഗുഡ്. പോസ്റ്റ്മോർട്ടം അല്ലെ? അപ്പൊ ഇവിടെ നമ്മുടെ സമ്മതം വാങ്ങി, അതായത് കൺസേൺ അല്ലെങ്കിൽ സമ്മതം വാങ്ങാതെയുള്ള പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തുക. അപ്പൊ അങ്ങനെ നടത്തിയാൽ നമുക്ക് അതിനെതിരെ കേസ് ഫയൽ ചെയ്യാം. മൂന്നാമത്തത് നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ, അതായത് സ്വാർ ഓർ ഇൻസ്ട്രുമെന്റ്സ് ഇൻ അബ്ഡോമൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പന്നിയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇപ്പൊ ഓപ്പറേഷൻസ് സർജറി കഴിഞ്ഞ് അശ്രദ്ധ മൂലം അവരുടെ അബ്ഡോമൻ വയറിനുള്ളിലൊക്കെ സർജറി ചെയ്ത് അതിനുള്ളിൽ ഇരിക്കുന്ന കേസുകള്, കത്രികയോ അല്ലെങ്കിൽ പന്നിയോ ഒക്കെ ഇരിക്കുന്ന കേസുകള് കേട്ടിട്ടില്ലേ? അപ്പൊ അത് തന്നെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അശ്രദ്ധ മൂലം എന്തെങ്കിലും അപകടങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതും നമുക്ക് കേസ് ഫയൽ ചെയ്യാവുന്ന ഒന്നാണ്. മൂന്നെണ്ണം ക്ലിയർ ആണോ? ഒരു തെറ്റായിട്ടുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നിന്ന് നമ്മളെ മനഃപൂർവ്വം ഒഴിവാക്കുക, അല്ലെങ്കിൽ മൂന്നാമത്തത് അശ്രദ്ധ. ക്ലിയർ ആണോ? മൂന്നെണ്ണം. ഓക്കെ. അടുത്തത് ഇന്റൻഷണൽ ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ എന്താണ്? ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസസ്, അതായത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളിലേക്ക് അവർ നയിക്കുക. ഇത് മനഃപൂർവ്വമുള്ള ഇടപെടല്, പലതരത്തിലുള്ള മനഃപൂർവ്വമായിട്ട് നമ്മുടെ കാര്യങ്ങളിൽ പല കാര്യങ്ങളും മനഃപൂർവ്വമായിട്ട് ഒരു വ്യക്തി ഇടപെടുന്നു. അതിലൂടെ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്കൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണെങ്കിൽ അതിനെതിരെയും നമുക്ക് കേസ് ഫയൽ ചെയ്യാം. Then invasion of right of privacy എന്ന് വെച്ചാൽ എന്താ? ഒരു വ്യക്തിയുടെ സ്വകാര്യതയുടെ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റം. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. നമ്മുടെ ഒരു വ്യക്തിക്ക് ഒരു റൈറ്റ് ഉണ്ട് അല്ലെ? നമുക്കൊരു പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു അവകാശമുണ്ട് നമ്മുടെ, അല്ലെ? ആ ഒരു സ്വകാര്യതയുടെ ആ ഒരു അവകാശത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റൽ നടത്തുക. അപ്പോൾ നമുക്കൊരു കേസ് ഫയൽ ചെയ്യാം. Then breach of professional secrecy എന്ന് വെച്ചാൽ എന്താണ്? പ്രൊഫഷണൽ രഹസ്യത്തിന്റെ ലംഘനം നടത്തുക. പ്രൊഫഷണൽ രഹസ്യത്തിന്റെ ലംഘനം നടത്തുക. അടുത്തതാണ് ബാറ്ററി എന്ന് വെച്ചാൽ മെഡിക്കൽ ബാറ്ററി എന്നാണ് ഈ ഒരു ടേം അറിയപ്പെടുന്നത് കേട്ടോ. സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസേൺ, അതായത് രോഗിയുടെ സമ്മതം പരിധിയിൽ കൂടുതൽ ഒരു സർജൻ എന്ത് ചെയ്യുന്നു? അതിന് പരിധിയിൽ കൂടുതൽ പ്രവർത്തിക്കുന്നു. അതായത് രോഗി ഒരു സർജറിക്ക് വേണ്ടി സമ്മതം കൊടുത്തിട്ടുണ്ടാവാം അല്ലെ? അപ്പൊ ആ ഒരു സമ്മതത്തിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങളും സർജൻ എന്ത് ചെയ്യുന്നു? ആ പരിധി വിട്ട് പ്രവർത്തിക്കുന്നതിനെയാണ് മെഡിക്കൽ ബാറ്ററി. അപ്പൊ ഇതൊരു മെഡിക്കൽ ലീഗൽ ഒഫൻസ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ ഒഫൻസ് ആയിട്ട് വരും. അപ്പോൾ ശരിക്കും ആ ഒരു സർജൻ എന്ത് ചെയ്യുന്നു? ആ രോഗിയുടെ സമ്മതമില്ലാത്ത കാര്യങ്ങൾ കൂടി അതുമായി ബന്ധപ്പെട്ടവർക്ക് ചെയ്യുകയാണ്. അത് സർജന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന ഒരു പ്രവൃത്തി. അങ്ങനെയുള്ള ഇതെല്ലാം എന്താണ്? ടോർട്സിന് എക്സാമ്പിളുകളായിട്ട് പറയാം. ഈ പറയുന്ന ഏതൊരു സിറ്റുവേഷൻ വന്നാലും നമുക്ക് അതിനെതിരെ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യാം. ക്ലിയർ ആണോ? അപ്പൊ ഇന്റൻഷണൽ ഇന്റർവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മനഃപൂർവ്വമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുകയും അതിലൂടെ ആ ഒരു വ്യക്തിക്ക് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ അത് നമുക്കൊരു കേസായിട്ട് ഫയൽ ചെയ്യാം. അടുത്തത് പറഞ്ഞത് ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി എന്ന് പറഞ്ഞാൽ സ്വകാര്യതയുടെ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ നടത്തുക. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രട്ടറി എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ പരമായിട്ടുള്ള രഹസ്യത്തിന്റെ ലംഘനം നടത്തുക. നാലാമത്തത് പറഞ്ഞത് മെഡിക്കൽ ബാറ്ററി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സർജൻ ആ ഒരു പേഷ്യന്റ് കൊടുത്തിരിക്കുന്ന ആ ഒരു സമ്മതത്തിന്റെ പരിധി, ആ ഒരു കൺസേണിന്റെ ലിമിറ്റേഷൻ എത്രത്തോളം ഉണ്ടോ അതിൽ കൂടുതൽ ആ ഒരു സർജൻ എന്ത് ചെയ്യുന്നു? പല പ്രവർത്തനങ്ങളും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ അവരുടെ സമ്മതമില്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കതൊരു കേസായിട്ട് ഫയൽ ചെയ്യാൻ പറ്റും. എക്സാമ്പിളുകൾ ഓക്കെ ആണോ? ഇനി പറയണോ മിസ് ഏതെങ്കിലും? ക്ലിയർ ആണോ? ഒമിഷൻ എന്നോ എന്താണ് ചോദിച്ചത്? ഒമിഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അതായത് ഒരു ശരിക്കും നമുക്കൊരു ഓട്ടോപ്സി ചെയ്യണമെങ്കിൽ നമ്മുടെ കൺസേൺ വേണം അല്ലെ? നമ്മുടെ സമ്മതപത്രം വേണം. അപ്പൊ അങ്ങനെയുള്ള സമ്മതം ഇല്ലാതെ അതിന് അവിടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒഴിവാക്കൽ പ്രവൃത്തി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു ഓട്ടോപ്സി ചെയ്യുന്നതിൽ മറ്റെന്തെങ്കിലും കൺസേൺ വാങ്ങുന്നതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ. സെക്കൻഡ് ലാസ്റ്റോ
ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ പരമായിട്ടുള്ള ഒരു രഹസ്യം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ ഏതൊരു മെഡിക്കൽ പ്രൊഫഷനിലും പ്രത്യേകിച്ച് അല്ലെ, അവര് കുറെ മെഡിക്കൽ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട് അവർ കുറെ സീക്രട്ടുകൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ലേ, പ്രൈവസി അവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടില്ലേ ആ ഒരു സീക്രട്ട്. അപ്പൊ ആ ഒരു സീക്രട്ട് അവരെന്ത് ചെയ്യുന്നു, ആ ഒരു റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു അവകാശം അവർ ലംഘിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു പേഷ്യന്റിന്റെ ഇൻഫർമേഷൻ ആയിരിക്കാം, അപ്പൊ അത് പുറത്താരോടും പറയാൻ പാടില്ല, അത് അവരുടെ പ്രൊഫഷണൽ പരമായിട്ടുള്ള ഒരു രഹസ്യമാണ്, അത് അവര് എന്ത് ചെയ്യുന്നു, പരസ്യമാക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചാണ് അങ്ങനെ പരസ്യമാക്കുന്നത്, അവരുടെ ഇൻഫർമേഷൻസ് പരസ്യമാക്കുന്നതെങ്കിൽ അവർക്ക് അതിനെതിരെ കേസ് ഫയൽ ചെയ്യാം. ഇപ്പൊ ഒരു റേപ്പ് കേസ് ആവാം, അങ്ങനെ എന്തെങ്കിലും ഒരു എക്സാമ്പിളുകൾ നിങ്ങൾ ആലോചിച്ച് വെച്ചോ കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസുകൾ ഇങ്ങനെയുള്ള, അതായത് കുറച്ചും കൂടി സീക്രട്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉൾപ്പെടുന്ന കേസുകളാവുമ്പോൾ പ്രത്യേകിച്ച് അത് കൃത്യമായിട്ട് അവർ സീക്രട്ട് കീപ്പ് ചെയ്യണം. പക്ഷെ അത് കീപ്പ് ചെയ്യാതെ അവരത് പരസ്യമാക്കുമ്പോൾ അതിനെതിരെ നമുക്ക് ആ ഒരു വ്യക്തിക്ക് കേസ് ഫയൽ ചെയ്യാം. എക്സാമ്പിളുകളിൽ ഉൾപ്പെടുന്നത് ഏത്, ഇല്ലാത്തത് ഏതെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് മിസലേനിയസ് തോട്ട്സ്. അതായത് നിരവധി തോട്ട്സുകൾ ഉണ്ട്. അതായത് ഒന്നാമത് പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് നമുക്ക് നിരവധി, ഇത് കുറച്ച് എക്സാമ്പിളുകളാണ് പറഞ്ഞത്, അങ്ങനെ നിരവധി തോട്ട്സുകൾ നമുക്ക്, അല്ലെങ്കിൽ അല്ലെങ്കിൽ നിരവധി തോട്ട്സ്, പലതരത്തിലുള്ള സിവിൽ തോട്ട്സുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് ന്യൂയിസൻസ്. അതായത് ഇൻകൺവീനിയൻസ് ടു പബ്ലിക്. ന്യൂയിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ശല്യങ്ങൾ ഉണ്ടാക്കുക അല്ലെ. അതായത് ഇങ്ങനെ ഒരു ശല്യങ്ങൾ, പല രീതിയിലുള്ള ശല്യങ്ങൾ ഉണ്ടാക്കുകയും അത് പബ്ലിക്കിന് ഇൻകൺവീനിയൻസ് ടു പബ്ലിക് എന്നാ പറയുന്നത്. എന്താ, പൊതുജനങ്ങൾക്ക് അതിലൂടെ അസൗകര്യം സൃഷ്ടിക്കുകയും ചെയ്താൽ അത് ഒരു തോട്ടിൽ ഉൾപ്പെടുന്നതാണ്. രണ്ടാമത്തത് മിസ് റെപ്രസെന്റേഷൻ ഡെസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, മിസ് റെപ്രസെന്റേഷൻ, തെറ്റായ രീതിയിലുള്ള പ്രതിനിധാനം ചെയ്യുക. ഇപ്പൊ ഒരാൾക്ക് എന്താണ് വഞ്ചന, അതായത് ഡെസിറ്റ് എന്ന് പറഞ്ഞ വഞ്ചന. ഇപ്പൊ ഒരാളുടെ പകരം എന്ത് ചെയ്യുന്നു, ഒരാളെ എന്താണ് തെറ്റായ രീതിയിൽ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നേ, അതായത് ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരെ വഞ്ചിക്കാം ഇല്ലേ. അപ്പൊ അങ്ങനെ വന്നാലും അതൊരു തോട്ട്സിൽ വരുന്ന ഒന്നാണ്. മനസ്സിലായോ? രണ്ടെണ്ണം പറഞ്ഞു. ന്യൂസൻസ് എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക, അതായത് അത് ഏത് രീതിയിലുള്ള ശല്യവുമാവാം, അത് പബ്ലിക്കിന് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അത് അസൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അത് തോട്ട്സിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തെ ടൈപ്പ് മിസ് റെപ്രസെന്റേഷൻ ഡെസിറ്റ്, അതായത് തെറ്റായിട്ടുള്ള പ്രതിനിധാനം ചെയ്യുക. ഒരു വ്യക്തി മറ്റ് തെറ്റായ രീതിയിൽ ഒരു എന്ത് ചെയ്യുന്നു, മറ്റൊരാളെ ബോധ്യപ്പെടുത്തി ഞാൻ ഇന്നയാളാണ്, വഞ്ചനാപരമായ രീതിയിൽ ഒരു എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ചതിയൊക്കെ ചെയ്തുകൊണ്ട് പണമോ കാര്യങ്ങളോ ഒക്കെ അപഹരിക്കുകയാണ്, ആൺമാറാട്ടം കാര്യങ്ങളൊക്കെ നടത്താം. അപ്പൊ അങ്ങനെയുള്ള പണവും കാര്യങ്ങളൊക്കെ അപഹരിക്കുകയാണെങ്കിൽ അതിനെ മിസ് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ ഡെസിറ്റ്, വഞ്ചന എന്ന് പറയാം. മൂന്നാമത്തത് ഡിഫേമേഷൻ. എന്താണ്, സ്ലാൻഡർ, ലൈബൽ എന്ന് വെച്ചാൽ എന്താ, ഡിഫേമേഷൻ അപകീർത്തിപ്പെടുത്തുക അല്ലെ. കേട്ടിട്ടില്ലേ, ഓരോ വ്യക്തികളെ കുറിച്ചൊക്കെ പല ആളുകളും എന്ത് ചെയ്യാറുണ്ട്, തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും പറയാറുണ്ട് അല്ലെ. അപകീർത്തിപ്പെടുത്തുക എന്ന് പറയും. അതിപ്പോ എങ്ങനെയായിരിക്കാം പറയുന്നത്, ശരിക്കും സ്ലാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംസാരത്തിലൂടെ പറയുന്നതാവാം, അല്ലെങ്കിൽ ലൈബൽ എന്ന് പറഞ്ഞാൽ എഴുതി വിടുന്നതാവാം ഇല്ലേ. അങ്ങനെ പല രീതിയിലും സംസാരത്തിലൂടെ പറയുന്നത് മാത്രമല്ല, എഴുതി വിടുന്ന കാര്യങ്ങളും കുറെ ഉണ്ട് അല്ലെ. ഇപ്പൊ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, അപ്പൊ ഒരാളെ കുറിച്ച് അപകീർത്തിപ്പെടുത്തുന്നതായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അപവാദോ അല്ലെങ്കിൽ അവർക്ക് മാനക്കേടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തിയാൽ അതാണ് ഡിഫേമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വരുന്നത് മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് വെച്ചാല് ഒരു അപകടകരമായ രീതിയിലുള്ള എന്തെങ്കിലും പീഡനങ്ങൾ കൊടുക്കുക. അപ്പൊ അതിനെയാണ് മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മിസലേനിയസ് ടോസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള സിവിൽ ടോസുകൾ ഉണ്ട്. അതിൽ ഒന്നാമത് ന്യൂസൻസ്, അതായത് ശല്യങ്ങൾ അല്ലെ. ശല്യങ്ങളിൽ എന്താണ്, പൊതുജനങ്ങൾക്ക് ശല്യമാവുന്ന അല്ലെങ്കിൽ അസൗകര്യം ഉണ്ടാവുന്ന എല്ലാ ശല്യങ്ങളെയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും. രണ്ടാമത്തത് മിസ് റെപ്രസെന്റേഷൻ മെസ്സേജ് എന്ന് പറഞ്ഞാല് തെറ്റായിട്ടുള്ള പ്രതിനിധാനം, പറഞ്ഞ പോലെ ആൾമാറാട്ടമൊക്കെ നടത്തി ചിലപ്പോ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചു
ഉപയോഗിച്ചുകൊണ്ട് അവരെ വഞ്ചനപരമായിട്ടുള്ള രീതിയിൽ അവർക്ക് പണങ്ങളോ മറ്റു സാധനങ്ങളോ ഒക്കെ കവർന്നതിന് വേണ്ടിയിട്ട് ചില ആളുകൾ മുന്നിട്ടിറങ്ങാറുണ്ട്. അവരെയാണ് ഈ മിസ്റെപ്രസെന്റേഷനിലൂടെ നമ്മൾ പറയുന്നത്. മൂന്നാമത് ഡിഫേമേഷൻ എന്ന് പറഞ്ഞാല് ചിലപ്പോൾ വാക്കിലൂടെയോ അല്ലെങ്കിൽ എഴുതിയൊക്കെയോ നമുക്ക് ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അല്ലെങ്കിൽ അപമാനിക്കാൻ ശ്രമിക്കാറുണ്ട് അല്ലെ. അതാണ് ഡിഫേമേഷൻ എന്ന് പറയുന്നത്. മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമായിട്ടുള്ള പീഡനങ്ങളെയാണ് നമ്മള് ഈ ഒരു മലീഷ്യസ് പ്രോസിക്യൂഷനിൽ പറയാം. ഈ 4 എണ്ണവും പലതരത്തിലുള്ള സിവിൽ ടോസുകളാണ്. ക്ലിയർ ആണോ? 4 എണ്ണം ഉൾപ്പെടുന്നത് ഏതാണ്, ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിലെ ക്വസ്റ്റ്യൻ വരാം കേട്ടാ. ഓക്കെ ആണോ? ഓക്കെ. അടുത്തൊരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കേട്ടിട്ടുണ്ടോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമം കേട്ടിട്ടുണ്ടോ? അത് ഉണ്ട്. അപ്പൊ എന്താണ് ശരിക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഉദ്ദേശം? എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ബെസ്റ്റ് താല്പര്യം, ഈ ബെസ്റ്റ് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക തന്നെയാണ് അല്ലെ. അപ്പൊ ഈ ഒരു ആക്ട് came into force with effect from 1st September 1987. 1987 സെപ്റ്റംബർ 1 മുതലാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ആ ഒരു ഡേറ്റും ഇയറും ഒന്ന് നോക്കി വെക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. Then advantage, ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലൂടെ കൺസ്യൂമറിന്റെ അവകാശങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഈ ഒരു നിയമത്തിലൂടെ ചെയ്യുന്നത്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സ്, അവരുടെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ സംരക്ഷിക്കുക. Then ഈ ഒരു നിയമം വന്നതിന്റെ വിത്ത് എഫക്ട് ഫ്രം എന്നാണ് കേട്ടോ. വിത്ത് എഫക്ട് ഫ്രം എന്ന് മുതലാണ് അത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 1st September 1987 ആ ഒരു ഡേറ്റ് വർഷവും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു നിയമത്തിന്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രയോജനമാണ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്. അതായത് നമ്മൾ മറ്റുള്ള കേസുകൾ നടത്തുന്നത് പോലെ ഒരുപാട് പണമൊന്നും നമ്മൾ ഇതിനു വേണ്ടി ചിലവാക്കേണ്ട. വളരെ മിനിമം കോസ്റ്റില് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്രശ്നത്തിനുള്ള ഒരു തീരുമാനം നമുക്ക് കിട്ടും. അതാണ് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാം. അപ്പൊ മറ്റൊരു നിയമമാണെങ്കിൽ, മറ്റൊരു കേസൊക്കെ ആണെങ്കിലോ ഒരുപാട് വർഷങ്ങൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും അല്ലെ. അതിന് പിന്നാലെ നടക്കണം, നമ്മൾ അഡ്വക്കേറ്റ്സിനെ കാണണം, എത്ര പ്രാവശ്യം നമ്മളെ വിളിപ്പിച്ചാലാണ് അതിന്റെ ഒരു തീരുമാനം, ഡിസിഷനിലേക്ക് എത്തുക അല്ലെ. അതേസമയം ഈ ഒരു ആക്ടിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മിനിമം കോസ്റ്റ് മതി, അധികം ചിലവുകൾ വരുന്നില്ല. അതോടൊപ്പം തന്നെ 3-4 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം നമുക്ക് കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്. അപ്പൊ ഇത് എങ്ങനെയുള്ള കൺസ്യൂമേഴ്സിനാണ് നമുക്ക് ഈ ഒരു ആക്ടിന്റെ പ്രൊട്ടക്ഷൻ കിട്ടുക? ഒരു കൺസ്യൂമേഴ്സ് ഒരു ഗുഡ്സോ സർവീസോ വാങ്ങി അല്ലെ, അത് കഴിഞ്ഞാൽ അത് ആ ഒരു സർവീസോ ഗുഡ്സോ നല്ലതാണെങ്കിൽ ഈ ഒരു ആക്ടിന്റെ ആവശ്യമുണ്ടോ? അവിടെ ഉണ്ടോ? ഈ ഒരു സർവീസ് ആണെങ്കിൽ വേണ്ട. പിന്നെ എപ്പോഴാണ് നമുക്ക് ഈ ഒരു ആക്ടിന്റെ ആ ഒരു ഉപയോഗം വേണ്ടി വരുന്നത്? എപ്പോഴാണ്? സാധനം വാങ്ങി അതിനെന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അല്ലെ. ഇപ്പൊ നമ്മൾ തകരാറുണ്ട്, നമ്മൾ ഇപ്പൊ ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ പോയി നമ്മൾ എന്തെങ്കിലും ഐറ്റം നമ്മൾ വാങ്ങി, ആ ഐറ്റം വാങ്ങി നമ്മുടെ രീതിയിൽ കൊണ്ടുവന്ന് വെച്ച് അവർ പറയുന്ന ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ നമുക്ക് അതിന് മുൻപൊക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആ ഒരു ഉപകരണം കേടായി പോയി വിചാരിക്കാം. നമ്മൾ എവിടേക്ക് അത് തിരിച്ചു കൊണ്ടുപോവാ? എവിടേക്ക് കൊണ്ടുപോകും? നമ്മൾ ഷോപ്പിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകും അല്ലെ. കൊണ്ടുപോകും. ആ ഷോപ്പുകാരെ, ചില ഷോപ്പുകാരെ എന്ത് ചെയ്യും, അവരത് റീപ്ലേസ് ചെയ്ത് വേറെ തരും ഇല്ലേ. അപ്പൊ നമുക്ക് ഈ ഒരു നിയമത്തിന്റെ പിന്നാലെ പോകേണ്ട കാര്യമുണ്ടോ? കാരണം അവർ നമുക്കുള്ള സാധനം തന്നു കഴിഞ്ഞു. പക്ഷേ ചില ആളുകൾ എന്ത് ചെയ്യും? തരില്ല അല്ലെ. അവരെന്ത് ചെയ്യും? ഇല്ല, മറ്റു കാര്യങ്ങളൊക്കെ കുറെ റീസൺസ് ഒക്കെ പറഞ്ഞ് നമ്മൾ അതിൽ നിന്ന്
തിരിച്ചു വിടും, അല്ലെ, ഒഴിവാക്കി വിടും. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമുക്ക് നമ്മുടെ അവകാശമാണ്, ഇതിനുള്ളൊരു റൈറ്റ്സ് ഉണ്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചിലവാക്കിയ തുക നമുക്ക് തിരികെ ലഭിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നഷ്ടപരിഹാരം നമുക്ക് ലഭിക്കണമെങ്കിൽ, ഈ പറയുന്ന ആക്ടിന്റെ പ്രാബല്യത്തോടുകൂടി നമ്മൾ ഇത് കൺസ്യൂമർ ഫോറത്തിന് കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസ്, നമ്മൾ ആ ഒരു അപേക്ഷകൾ സമർപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് കേസ് ഫയൽ ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് കിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കുറെ തെളിവുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇവിടെ ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്ത് എന്തിനുള്ള പരിഹാരങ്ങളാണ് ഈ ഒരു ആക്ട് വഴി നമുക്ക് നൽകുന്നത്? ഡിഫക്റ്റീവ് ഗുഡ്സ്, നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാവാം. ഡെഫിഷ്യന്റ് സർവീസ്, സർവീസിന്റെ മതിയായിട്ടുള്ള ഒരു അവൈലബിലിറ്റി ദൗർലഭ്യം മൂലമാവാം, നല്ല രീതിയിലുള്ള സർവീസ് നമുക്ക് കിട്ടുന്നില്ല എന്നുകൊണ്ടാവാം. അല്ലെങ്കിൽ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, എന്താണ്, അന്യായമായിട്ടുള്ള വ്യവഹാര സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സേവനങ്ങളോ സംരംഭങ്ങളോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അന്യായമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ, അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിലവാക്കിയ ഒരു തുകയ്ക്ക് അനുസരിച്ച് നമുക്ക് അതിനുള്ള ഒരു മൂല്യത്തിലുള്ള സാധനങ്ങൾ കിട്ടിയില്ല, കേടായിട്ടുള്ള സാധനങ്ങളാണ് കിട്ടിയത്. ആ കസ്റ്റമേഴ്സ് ചെല്ലുമ്പോൾ, ആ ഒരു ഉപഭോക്താക്കൾ ചെല്ലുന്ന സമയത്ത് ആ ഷോപ്പുകാര് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് അല്ല അവർക്ക് കൊടുക്കുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരുന്നില്ല, അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു നിയമത്തിന്റെ കീഴിൽ ഒരു പിന്തുണ അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു നിയമത്തിന് കീഴിൽ നമുക്ക് ഒരു കൺസ്യൂമർ ഫോറത്തിൽ കൃത്യമായിട്ട് പരാതികൾ കൊടുക്കാനും അതിനനുസരിച്ച് ഒരു 3-4 മാസത്തിനുള്ളിൽ അതിനൊരു തീർപ്പ് അല്ലെങ്കിൽ ഒരു പരിഹാരം കണ്ടെത്തി കിട്ടുകയും ചെയ്യും. ക്ലിയർ ആണോ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താന്ന് മനസ്സിലായോ? അതിനെപ്പറ്റി ഒരു ജനറൽ ഐഡിയ കിട്ടിയോ? ഓക്കെ. ഇനി ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കൺസ്യൂമർ ആരാണെന്നാണ് പറയുന്നത്. ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കുറെ ടേമുകൾ ഉപയോഗിക്കുന്നതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത്. ഈ ആക്ട് പ്രകാരം ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹയർസ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ, എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഗണനയ്ക്കോ ആയിട്ട് ഒരു വ്യക്തി എന്തെങ്കിലും സേവനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ സേവനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയെയാണ് ശരിക്കും കൺസ്യൂമർ എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പൊ നമ്മളൊരു സർവീസ് ആവാം, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ആവാം, സാധനങ്ങളാവാം, നമ്മൾ അത് എടുക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ്, അല്ലെ? ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നത് നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെ? അത് വെറുതെ അല്ലല്ലോ നമ്മൾ പോയത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പോയി സർവീസ് എടുക്കുന്നു, ഇത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ഒരു സർവീസ് ഏറ്റെടുക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺസ്യൂമർ, ഉപഭോക്താവ്. ആ ഉപഭോക്താവാണ് എന്ത് ചെയ്തത്? ആ സർവീസ് ഏറ്റെടുക്കുന്ന വ്യക്തിയും അത് അവർക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണനയോടുകൂടി, അപ്പൊ അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും പരിഗണിക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ അവര് ഏറ്റെടുക്കുന്ന സേവനങ്ങൾ ഏറ്റെടുക്കുന്ന ആ ഒരു വ്യക്തിയെയാണ് നമ്മൾ പറയുന്നത് കൺസ്യൂമർ. അപ്പൊ അത് ഈ ഒരു നിയമം വഴി പറയുന്നതാണ് കേട്ടോ എന്താണ് ഒരു കൺസ്യൂമർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഒരു നിയമത്തിന് കീഴിൽ എന്താണ് ഒരു ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്? ഒരു ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇന്നാഡിക്വസി ഇൻ ദ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് ഓഫ് എ കോൺട്രാക്ട് ഓർ അതർവൈസ് ഇൻ റിലേഷൻ ടു ദ സർവീസ്. അതായത് ഒരു സർവീസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു കരാറുമായി ബന്ധപ്പെട്ടോ അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിന്റെ ഗുണനിലവാരം, സ്വഭാവം, അതിന്റെ രീതി മുതലായ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പിഴവോ തകരാറോ അതുപോലെ തന്നെ പോരായ്മയോ ആണ് ശരിക്കും ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിൽ നല്ല രീതിയിലുള്ള സർവീസുകൾ കൊടുക്കുന്നില്ല, അപ്പൊ ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്വാളിറ്റി മികച്ചതല്ല, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവമാണ്, നൽകുന്ന രീതികൾ നല്ലതല്ല, അപ്പൊ അങ്ങനെയാകുമ്പോൾ അവിടെ ആ ഒരു പോരായ്മയാണ് നമ്മൾ അവിടെ പറയുന്നത്, അല്ലെ? ആ ഒരു പോരായ്മയാണ് നമ്മൾ ശരിക്കും ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനി ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സാധനവുമായി ബന്ധപ്പെട്ട് നോക്കി, ഒരു ഇലക്ട്രോണിക് ഉപകരണമാണെങ്കിൽ അത് നന്നായിട്ട് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അതിന്റെ ക്വാളിറ്റിയിൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഇല്ല, നല്ല രീതിയിൽ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവിടെ ഒരു തകരാറ് സംഭവിക്കുന്നു എന്ന് നമ്മൾ പറയാം, അല്ലെ? ഒരു ഫോൾട്ടാണ് സംഭവിക്കുന്നത്, അല്ലെ? അവിടെ എന്തെങ്കിലും ഒരു പിഴവ് അല്ലെങ്കിൽ ആ ഒരു തകരാറ് ആ ഒരു ഉപകരണത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞാൽ
അതിനെയും നമുക്ക് ഡെഫിഷ്യൻസി എന്ന് പറയാം. അപ്പൊ ഡെഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എനി ഫോൾട്ട്, ഒരു പിഴവോ അല്ലെങ്കിൽ ഒരു ഇംപെർഫെക്ഷൻ, അപൂർണതയോ അല്ലെങ്കിൽ ഒരു പോരായ്മയോ ഒക്കെയാണ് നമ്മൾ പറയുന്നത്. എന്തിലുള്ള പോരായ്മകൾ അല്ലെങ്കിൽ പിഴവുകളാണ്? ആ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട്, അതുമായി ബന്ധപ്പെട്ട ഒരു കരാർ ഉണ്ടാവുമല്ലോ, ആ ഒരു കരാറുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയിലോ നേച്ചറിലോ അതിന്റെ മാനറിലോ കാണുന്ന ഇംപെർഫെക്ഷൻസ് ആവാം, ഫോൾട്ട് ആവാം, അല്ലെങ്കിൽ അത് സർവീസുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതേ രീതിയിൽ ആ സർവീസുകളുടെ ക്വാളിറ്റിയിലോ നേച്ചറിലോ മാനറിലോ എന്തെങ്കിലും ഫോൾട്ടോ ഇംപെർഫെക്ഷൻസോ അല്ലെങ്കിൽ ഷോർട്ട് കമ്മിങ്സ്, ഇന്നാഡിക്വസിയോ ഒക്കെ ഉണ്ടാവാണെങ്കിൽ, പോരായ്മയോ അപൂർണതയോ അല്ലെങ്കിൽ പിഴവുകളോ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പൊ കൺസ്യൂമർ ആരാണെന്ന് മനസ്സിലായോ? കൺസ്യൂമർ ആണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണോ കൺസ്യൂമർ? ഓക്കെ, ഡെഫിഷ്യൻസി ക്ലിയർ ആണോ? എന്താണ് എല്ലാവരും ഉച്ച കഴിഞ്ഞിട്ട് ഉറങ്ങുവാണോ? ഒരു ആക്റ്റീവ് ആയിട്ടിരിക്കുമെന്ന് ഒന്ന് റിപ്ലൈ ചെയ്തേ. ഡെഫിഷ്യൻസി ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് സർവീസ്. സർവീസ് എന്ന് പറയുന്നത് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. അതായത് ഇവിടെ ഈ ഒരു നിയമത്തിന് പ്രകാരം ഒരു ഫ്രീ സർവീസുകൾ ഇതിൽ ഒഴിവാക്കി കാണും. ഒരു ഫ്രീ സർവീസ് തരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താറില്ല. അതല്ലാതെയുള്ള സർവീസുകളുടെ വിവരണത്തെയാണ് നമ്മൾ സർവീസിൽ ഉൾപ്പെടുത്തുക. അപ്പൊ അതായത് ഫ്രീ സർവീസുകൾ ഒഴികെയുള്ള സേവനങ്ങളെയാണ് സർവീസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ സർവീസ് എന്ന് പറയുമ്പോൾ അത് ഫ്രീ സർവീസ് ആയിരിക്കരുത്. ഇപ്പൊ ഫ്രീ സർവീസ് നൽകുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഈ ഒരു നിയമപരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ടൈം ലിമിറ്റേഷൻ ആണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ടൈം പീരീഡ് പറയുന്നുണ്ട്. ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മൾ അവിടെ ക്ലെയിമിന് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി നമ്മൾ ക്ലെയിം ചെയ്യണമെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ ചെയ്യണം. അതുപോലെ ഇത്ര ലക്ഷം രൂപയാണെങ്കിൽ ഇന്ത്യയിടത്തായിരിക്കും അതിന്റെ കേസുകൾ പരിഗണിക്കുക. അത്ര ലക്ഷം രൂപയുടെ ആ ഒരു പരിധിയുണ്ട്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, ടൈം ലിമിറ്റ്. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്നത് എ ക്ലെയിം ഫോർ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫയൽഡ് വിത്തിൻ 3 years. അതായത് ഇവിടെ നമുക്ക് ഒരു നഷ്ടപരിഹാരം വേണമെങ്കിൽ ആ നഷ്ടപരിഹാരത്തിനുള്ള ക്ലെയിം 3 വർഷത്തിനുള്ളിൽ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. അപ്പൊ നമുക്കൊരു സർവീസ് വാങ്ങി അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഉപകരണം വാങ്ങി, ഉപകരണം വാങ്ങുമ്പോ തന്നെ ഉടനെ കേടാവില്ലല്ലോ അല്ലെ? അവര് പറയുന്ന ആ ഒരു ഗ്യാരണ്ടി പീരീഡുകൾ വരെ നമുക്ക് എന്ത് ചെയ്യാം, സഹിച്ചു നിൽക്കും. പക്ഷെ അവർ ചിലപ്പോ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് അത് തരുന്നില്ല എങ്കിൽ അതിന്റെ 3 വർഷം, അതായത് ആ ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് നമുക്ക് ആ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടി ആ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിലെങ്കിലും നമുക്ക് ആ ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയുള്ള ക്ലെയിമിന് വേണ്ടി ആ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നാഷണൽ ഫോറം. 3 ലെവലായിട്ടായി കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, സ്റ്റേറ്റ് ഫോറം. CPA എന്ന് പറഞ്ഞാല് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിന്റെ ഷോർട്ട് ഫോം ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കേട്ടോ. ക്ലിയർ അല്ലേ? ഫോറമാണ്. അതായത് നമ്മുടെ കേസുകൾ ഇതാക്കുന്നത് ഡിസ്ട്രിക്ട് ഫോറം ഉണ്ട്, സ്റ്റേറ്റ് ഫോറം ഉണ്ട്, നാഷണൽ ഫോറം ഉണ്ട്. ഈ പറയുന്ന സ്ഥാപനങ്ങളില് ഡിസ്ട്രിക്ട് ഫോറത്തില് 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണ് ഡിസ്ട്രിക്ട് ഫോറത്തിൽ എടുക്കുക. മനസ്സിലായോ? ഒരു നഷ്ടപരിഹാരം 5 ലക്ഷം രൂപ വരെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലെ ആ ഒരു 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളാണെങ്കിൽ അത് ഡിസ്ട്രിക്ട് ഫോറം ആയിരിക്കും ആ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി 5 ലക്ഷത്തിൽ കൂടുതലാണ് ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു 5 ലക്ഷത്തിൽ കൂടുതലാണ് എങ്കിൽ അത് സ്റ്റേറ്റ് ഫോറം ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റ് ഫോറത്തിന്റെ 5 ലക്ഷം രൂപ കൂടുതലായിരുന്നല്ലോ. ഇനി 30 ലക്ഷത്തിൽ കൂടുതൽ, അപ്പൊ 30 ലക്ഷം വരെയും സ്റ്റേറ്റ് ഫോറം ചെയ്യും. ഇനി 30 ലക്ഷത്തിൽ കൂടുതലാണ് നമുക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്യുന്നത് നാഷണൽ ഫോറം ആയിരിക്കും. മനസ്സിലായോ? ഒരു 3 ലെവലായിട്ടാണ് ചെയ്യുന്നത്. 5 ലക്ഷം വരെയുള്ള കേസുകളാണെങ്കിൽ ഡിസ്ട്രിക്ട് ഫോറം ആയിരിക്കും. 5 ലക്ഷത്തിന് മുകളിൽ, 30 ലക്ഷം വരെ ആ ഒരു പരിധിയിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ഫോറം ആയിരിക്കും ആ കേസുകൾ കൈകാര്യം ചെയ്യുക. 30 ലക്ഷത്തിൽ മുകളിലാണ് ആ ഒരു കേസിന്റെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നതെങ്കിൽ അവിടെ നാഷണൽ ഫോറം ആയിരിക്കും അങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുക. ക്ലിയർ ആണോ? ടൈം ലിമിറ്റേഷൻ 3 പറഞ്ഞത് ഓക്കെ ആണോ?
ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ആകെ ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അത് എന്ന് നിലവിൽ വന്നു, അത് നമുക്ക് ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് അവിടെ ആ മാറ്ററിനെ പറ്റിയുള്ള തീരുമാനം കിട്ടും. അതുപോലെ തന്നെ കൺസ്യൂമർ എന്താണ്, ഡെഫിഷ്യൻസി എന്താണ്, സർവീസ് എന്താണ്, അവിടുത്തെ ടൈം ലിമിറ്റേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ പറയുന്നത്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. അടുത്തത് പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്. ഇത് ശരിക്കും ഒരു ഡോക്യുമെന്റ് ആണ്, അവരുടെ അവകാശത്തിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. അപ്പൊ ഇതൊരു ആക്ട് അല്ല, മറിച്ച് അവരുടെ അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പേഷ്യൻസ് ബിൽ ഓഫ് റൈറ്റ്സ്. പേഷ്യൻസിന് കുറെ റൈറ്റ്സ് ഇല്ലേ, അവകാശങ്ങളില്ലേ, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ പരമായിട്ട് അവർക്ക് കുറെ അവകാശങ്ങളുണ്ട് അല്ലെ, ഉണ്ടോ? പേഷ്യൻസിന് അവകാശങ്ങൾ അല്ലെങ്കിൽ റൈറ്റ്സ് ഉണ്ടോ? ആ റൈറ്റ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതിലൊന്നാമത്തത് റെസ്പെക്ട്ഫുൾ കെയർ എന്ന് വെച്ചാൽ എന്താണ്, അവർക്കൊരു ആദരവോടെയുള്ള ഒരു പരിചരണം ലഭ്യമാക്കുക അല്ലെ. ഒരു ആദരവോടെയുള്ള ഒരു പരിചരണം കിട്ടുക എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റിന്റെ അവകാശത്തിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. അപ്പൊ അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, അതായത് അവരുടെ രോഗനിർണയവുമായി ബന്ധപ്പെട്ട്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, പ്രോഗ്നോസിസ് എന്ന് വെച്ചാൽ എന്താ, പ്രോഗ്നോസിസ് രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസോ ഇല്ലസവുമായി ബന്ധപ്പെട്ട് പ്രഡിക്ഷൻസ് നടത്തുക അല്ലെ, പ്രവചനങ്ങൾ നടത്തുക, അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു പൂർണ്ണമായ ഇൻഫർമേഷൻസ് ലഭ്യമാക്കുക എന്നത് അവരുടെ അവകാശത്തിൽ പെടുന്ന കാര്യമാണ്. പേഷ്യൻസിന്റെ അവകാശങ്ങളാണ് കേട്ടോ പറയുന്നത്. ഒന്നാമത്തേത് അവർക്ക് ആദരവോടെയുള്ള ഒരു പരിചരണം ലഭ്യമാക്കുക. രണ്ടാമത്തേത് ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട്, ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, പ്രോഗ്നോസിസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു പൂർണ്ണമായ ഇൻഫർമേഷൻസ് അവർക്ക് ലഭ്യമാക്കുക. മൂന്നാമത്തേത് പേഷ്യന്റ് ഹാസ് ദ right to information from doctor before he gives consent. എന്നുവെച്ചാൽ എന്താ, പേഷ്യൻസിന് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ഡോക്ടർ, ഡോക്ടറിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടാനുള്ള ഒരു അവകാശമുണ്ട് ബിഫോർ ഹി ഗിവ്സ് കൺസേൺ. അതായത് എന്തെങ്കിലും ഒരു ഡയഗ്നോസിസിന് വേണ്ടിയാവാം, ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാവും, എന്തിനോ ആയിക്കോട്ടെ, അത് ആ ഒരു കൺസേൺ കൊടുക്കുന്നതിൽ, ആ ഒരു സമ്മത പത്രം കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട ശരിയായ ഇൻഫർമേഷൻസ് ലഭിക്കാനായിട്ട് പേഷ്യന്റിന് അവകാശമുണ്ട്. ക്ലിയർ ആണോ? 3 പറഞ്ഞത്. ആ 3 ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറയണം. റെസ്പെക്ട്ഫുൾ കെയർ എന്ന് പറഞ്ഞാൽ എന്താ, ആദരവോടെയുള്ള പരിചരണം ലഭിക്കുക. രണ്ടാമത്തത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, അതായത് രോഗനിർണയവുമായി ബന്ധപ്പെട്ട്, അവരുടെ ട്രീറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട്, അവരുടെ ഡിസീസ് അല്ലെങ്കിൽ ഇൽനെസ്സുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ, പ്രഡിക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടാനുള്ള ഒരു അവകാശം നമുക്ക് ഉണ്ടായിരിക്കും. അടുത്തതായിട്ട് പറയുന്നത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ഫ്രം ഡോക്ടർ ബിഫോർ ഹി ഗിവ്സ് കൺസേൺ. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റോ എന്തെങ്കിലും ഒരു സർജറിയോ ഒരു ട്രീറ്റ്മെന്റോ ഒരു ടെസ്റ്റോ എന്ത് കാര്യങ്ങളോ ആയിക്കോട്ടെ, അതിനൊരു സമ്മതം കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറിൽ നിന്ന് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയാനുള്ള ഒരു അവകാശം ആ പേഷ്യന്റിനുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, റെഫ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നിരസിക്കുക അല്ലെ. അപ്പൊ നമുക്ക് പേഷ്യൻസിന് ഒരു അവകാശമുള്ളത് റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ അവർക്കത് നിരസിക്കാം. ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ, ലോ അനുവദിക്കുന്ന പരിധിക്ക് വരെ അല്ലെങ്കിൽ ലോ അനുവദിക്കുന്ന ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാനുള്ള അവകാശമുണ്ട്. അങ്ങനെ വിവരങ്ങൾ അറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ചികിത്സ നിരസിക്കാനുള്ള ഒരു അവകാശം കൂടി ആർക്കുണ്ട്, പേഷ്യന്റിനുണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് വേണ്ടെങ്കിൽ വേണ്ട, നമുക്കത് എന്ത് ചെയ്യാം, നിരസിക്കാം അല്ലെങ്കിൽ റെഫ്യൂസ് ചെയ്യാം. അത് അതിനെ നിർബന്ധിച്ച് അവർക്ക് ചെയ്യാനുള്ള അവകാശം അവർക്കില്ല. മനസ്സിലായോ? റൈറ്റ് ടു റെഫ്യൂസ് ട്രീറ്റ്മെന്റ് എന്നത് ക്ലിയർ ആയോ?
ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ പറയുന്ന ആ ഒരു പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായ ഇൻഫർമേഷൻസ് മനസ്സിലാക്കി ആ ഒരു ചികിത്സ നിരസിക്കാനുള്ള ഒരു അവകാശം ആ ഒരു പേഷ്യന്റിന് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് മെഡിക്കൽ കോൺസിക്വൻസസ്. മെഡിക്കൽ പരമായിട്ടുള്ള പലതരത്തിലുള്ള അനന്തരഫലങ്ങൾ. ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് എടുത്താല് അല്ലെങ്കിൽ സർജറി ചെയ്താല് അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഒരു പേഷ്യന്റിന് ഉണ്ടാവുള്ളൂ? ഇല്ല, അതുമായി ബന്ധപ്പെട്ട പല കോൺസിക്വൻസസും അവർ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്, ഇല്ലേ? ഇപ്പൊ ഒരു അനസ്തേഷ്യ, ഇപ്പൊ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അനസ്തേഷ്യ എടുക്കുന്നു, അതിന് സമ്മതം കൊടുക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് എത്രയോ ആളുകൾക്കാണ് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ വന്നിരിക്കുന്നേ, അല്ലേ? ആണോ? അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ പരമായിട്ടുള്ള കോൺസിക്വൻസസ് അല്ലെങ്കിൽ അനന്തര ഫലങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാനും മനസ്സിലാക്കാനും ഉള്ളൊരു റൈറ്റ് ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പേഷ്യന്റിനോട് പറഞ്ഞിരിക്കണം. അപ്പൊ പേഷ്യന്റിനോട് ഒരിക്കലും ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചുള്ള നല്ല വശങ്ങൾ മാത്രമല്ല പറയേണ്ടത്. ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പോസിറ്റിവിറ്റികളും കാര്യങ്ങളും ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരും. എന്നാൽ പോലും ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടി ചിലപ്പോൾ സംഭവിച്ചേക്കാം, അല്ലെ? ചിലപ്പോൾ ഉറപ്പില്ല, കാരണം ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്താണ് അത്. നിർബന്ധമായിട്ട് അവർ വരണമെന്നൊന്നുമില്ലല്ലോ. അങ്ങനെ സംഭവിച്ചേക്കാം എന്ന രീതിയിൽ അതിന്റെ അനന്തര ഫലങ്ങൾ കൂടി കൃത്യമായിട്ട് ആ പേഷ്യന്റിനെ അറിയിക്കുകയും അതിനനുസരിച്ച് അറിയാനുള്ള ഒരു അവകാശം ആ പേഷ്യന്റിന് ഉണ്ട്. ഇത് പറഞ്ഞ 2 പോയിന്റ്സ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അടുത്തത് റൈറ്റ് ടു പ്രൈവസി, സ്വകാര്യതയ്ക്കുള്ള ഒരു അവകാശം, അല്ലെ? റൈറ്റ് ടു പ്രൈവസി. ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. എല്ലാ ആശയവിനിമയപരമായിട്ടുള്ള റെക്കോർഡുകളും എന്ത് ചെയ്യണം? വളരെ ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ, എന്ത് ചെയ്യണം? രഹസ്യമായിട്ടത് കണക്കാക്കുകയും വേണം. അപ്പൊ നമ്മുടെ റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് സ്വകാര്യതയ്ക്കുള്ള ഒരു അവകാശമുണ്ട്. അതോടൊപ്പം തന്നെ ആ ഓരോ പേഷ്യൻസിന്റെയും റെക്കോർഡുകള്, ആശയവിനിമയവുമായി ബന്ധപ്പെട്ട റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കണം. Then hospital must provide evaluation, service and referral as indicated by the urgency of the case. അപ്പൊ വരുന്ന കേസുകൾ ഓരോ പേഷ്യൻസിന്റെയും കേസിനനുസരിച്ച് അതിന്റെ അർജൻസി അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് എന്ത് ചെയ്യുക? ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. സർവീസ് ആൻഡ് റെഫറൻസുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ഇവാലുവേഷൻസ് നൽകുക. എന്ന് വെച്ചാല് ഒരു സർവീസ്, ഒരു ഹോസ്പിറ്റലിൽ സർവീസ് നൽകാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു റെഫറൽ നമ്മൾ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് വിടാൻ പോവാണ്. അപ്പൊ അങ്ങനെ ആ കേസുകളുടെ അർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എത്രത്തോളം ഉണ്ട് അത് മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ഒരു സർവീസ് ആണ് കൊടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യുകയാണ്, അങ്ങനെ എന്ത് കേസ് വന്നാലും അതിനെ കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നടത്തി ഹോസ്പിറ്റൽ അത് വ്യക്തമായിട്ട് ആ പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലായോ? അത് ഒരു സർവീസാണ് നമ്മൾ പുതിയ കൊടുക്കാൻ പോകുന്നതെന്ന് വിചാരിക്കും. അതുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ല ഒരു റെഫർ ചെയ്ത് മറ്റുള്ള ഇടത്തേക്ക് വിടുകയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടും ആ കേസിന്റെ അർജൻസി എത്രത്തോളം ഉണ്ട്. അപ്പൊ അവിടെ ചിലപ്പോ കേസ് ഭയങ്കര ക്രിട്ടിക്കൽ ആണെങ്കിൽ അവരുടെ ബന്ധുക്കളോടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോടൊക്കെ നമ്മൾ എന്ത് പറയും? ഈ കേസ് ഇത്രയും ക്രിട്ടിക്കൽ ആണ്, അതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിനുള്ള മതിയായ സൗകര്യങ്ങളില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇവിടുന്ന് റെഫർ ചെയ്യുന്നത്, അല്ലെ? അങ്ങനെ വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനനുസരിച്ച് ഹോസ്പിറ്റലുകാരെ ഇൻഫർമേഷൻസ് കൊടുത്ത് വേണം ആ സർവീസുകളോ അല്ലെങ്കിൽ റെഫറലുകളോ കാര്യങ്ങളോ ചെയ്യാനായിട്ട്. അത് അറിയാനുള്ള ഒരു അവകാശം ആ പേഷ്യന്റിനും ഉണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും വലിയ പോയിന്റ്സ് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? 4 പോയിന്റ്സ് പറഞ്ഞു നോക്കിയാണോ? Then അടുത്തത് relationship of hospital to other hospital where one is being referred to. അതുപോലെ തന്നെ ഇപ്പൊ ഒരു റെഫർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെ? ആ റെഫർ ചെയ്യുമ്പോ നമ്മൾ ആ റെഫർ ചെയ്ത് പോകുന്ന ഹോസ്പിറ്റലും എവിടെ നിന്നാണോ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ റെഫർ ചെയ്തിരിക്കുന്നത് ആ 2 ഹോസ്പിറ്റലും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയായിരിക്കണം? ഒരു നല്ലൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരിക്കണം. ഇപ്പൊ നല്ലൊരു ബന്ധമില്ല, ഒരു ഹോസ്പിറ്റൽസിന് തമ്മിൽ നല്ലൊരു ബന്ധമല്ല, അവർ ശരിക്കും പരസ്പരം കോമ്പീറ്റ് ചെയ്താണ്, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്തൊക്കെ ആ മത്സരശക്തിയോടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ചെല്ലുന്ന ആ ഒരു പേഷ്യന്റിനെ മറ്റൊരു സ്ഥലത്ത് ആ ഒരു ഹോസ്പിറ്റൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യോ?
ഇല്ല അല്ലെ? അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. അതൊരു പേഷ്യൻസിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വ്യക്തിയെ റെഫർ ചെയ്യുമ്പോൾ ആ ഹോസ്പിറ്റൽ റെഫർ ചെയ്ത് ചെല്ലുന്ന ഹോസ്പിറ്റലുമായിട്ട് ഈ ഹോസ്പിറ്റലുകാർക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, നല്ലൊരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ പേഷ്യൻസിനും നല്ല രീതിയിലുള്ള സർവീസുകൾ, ട്രീറ്റ്മെന്റുകളും കെയറും ഒക്കെ അവർക്ക് കിട്ടുള്ളൂ. അത് ഈ ഒരു പേഷ്യന്റിന്റെ റൈറ്റിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ റിലേഷനുള്ള നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന സ്ഥാപനങ്ങളിലേക്കായിരിക്കണം ഇവര് റെഫർ ചെയ്യേണ്ടത്. ഇനി റൈറ്റ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്, ഗവേഷണങ്ങളിൽ ഉൾപ്പെടുന്നതിനെ നിരസിക്കുക. ഇവിടെ ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഓരോ ഗവേഷണങ്ങൾ നടത്തുമ്പോഴും ഇത് പരീക്ഷിച്ചു നോക്കണം അല്ലേ? പല ഇപ്പൊ മെഡിസിൻസ് ആണെങ്കിലൊക്കെ നമ്മുടെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ, നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ക്ലിനിക്കുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ചില മരുന്നുകളൊക്കെ സാമ്പിളുകൾ തരാറുണ്ടോ? നമ്മളത് വാങ്ങിക്കൊണ്ടുവന്ന് കഴിക്കാറുമുണ്ട്. നിങ്ങളൊന്നും ക്ലിനിക്കിൽ പോകുമ്പോൾ ചില ഡോക്ടേഴ്സ് തരാറില്ലേ സാമ്പിളുകളൊന്നും? ഹോസ്പിറ്റലുകളിൽ ചെല്ലുന്നതിന് ഉപരി തരാറുണ്ടോ? ഇതെന്താ ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നതിന്? കിട്ടിയിട്ടില്ലേ? ഡോക്ടേഴ്സിന് അവിടെ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ്സ് കൊടുക്കുന്ന കുറെ സാമ്പിള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരതൊക്കെ നമുക്ക് എടുത്ത് തരും. അത് ശരിക്കും എന്താ, പരീക്ഷിച്ച് നോക്കുന്നതാണ് അല്ലെ? അപ്പൊ അതിനുള്ളിൽ നമുക്ക് അറിയുന്നുണ്ടോ നമുക്ക് മാത്രമായിട്ട് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഈ പറയുന്ന എല്ലാ മരുന്നുകളും മനുഷ്യരിൽ പരീക്ഷിക്കാറുണ്ട് ഇല്ലേ? ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ അത് അറിയുന്നില്ലെന്ന് മാത്രം. ആണോ? നമ്മളോട് പറഞ്ഞിട്ടാണോ നമ്മൾ പരീക്ഷണത്തിലേക്ക് വിടുന്നത്? ആണോ? അല്ല. അതുപോലെ ഇപ്പൊ ചില ഗവേഷണങ്ങൾ നടത്തുമ്പോഴും ഈ പറയുന്ന രീതി, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഡിസീസുമായി ബന്ധപ്പെട്ട ഒരു ഗവേഷണമാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു രോഗമുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളെയും ആ ഒരു ഗവേഷണത്തിന്റെ ഭാഗമാക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും, നമ്മളെ സമീപിച്ചേക്കാം. പക്ഷെ നമുക്കതിൽ താല്പര്യമില്ലെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം? ഒഴിവാക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ട്. മനസ്സിലായോ? അത് റൈറ്റ് ടു റെഫ്യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച്. അപ്പൊ ഗവേഷണങ്ങളില് അതങ്ങനെ പെട്ടെന്ന് ഇപ്പൊ എല്ലാവരും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാകുമ്പോൾ ഓരോ രോഗങ്ങളെ കുറിച്ച് അതിനുൾപ്പെട്ട ആളുകളെ കുറിച്ചുള്ള പഠനങ്ങളൊക്കെ നടത്തിയാണ് നമ്മൾ ആ ഒരു റിസർച്ച് ഫൈൻഡിങ്സിലേക്ക് എത്തുന്നത് അല്ലെ? അപ്പൊ അതിന് ഇങ്ങനെയുള്ള ആളുകളെ ഉൾപ്പെടുത്താനായിട്ട് നമ്മളെ കൂടി ഉൾപ്പെടുത്താനായിട്ട് ചിലപ്പോ താല്പര്യത്തിന് വന്ന് നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ അത് നിരസിക്കാനുള്ള ഒരു അവകാശം നമുക്കുണ്ടായിരിക്കും. അടുത്താണ് റൈറ്റ് ടു നോ അപ്പോയിന്റ്മെന്റ്സ് ഓർ അവൈലബിലിറ്റി ഓഫ് ഡോക്ടർ. ഡോക്ടറിന്റെ ലഭ്യത, ഡോക്ടറുമായി ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റുകളെ കുറിച്ച് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അതുപോലെ കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ ഡിമാൻഡ്സ് ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള പരിചരണവുമായി ബന്ധപ്പെട്ട തുടർച്ച എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കണ്ടിന്യൂറ്റി നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും, അതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ എപ്പോഴാണ് കിട്ടുന്നത്, ഡോക്ടറുടെ ലഭ്യത എപ്പോഴൊക്കെയാണ് ഹോസ്പിറ്റലിലുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള ഒരു അവകാശം ആ പേഷ്യന്റിനുണ്ട്. അടുത്തത് റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബിൽ. നമുക്ക് ബില്ല് കിട്ടാറില്ലേ ഹോസ്പിറ്റലിൽ നിന്ന്? ബില്ല് കിട്ടാറില്ലേ ഡിസ്ചാർജ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ? അപ്പൊ ബില്ലില് വരുന്ന ബില്ല് നമുക്ക് പരിശോധിക്കാനും അതുപോലെ തന്നെ ബില്ലുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ് നമുക്ക് എക്സ്പ്ലനേഷൻ തരാറുണ്ടോ അവര്? ോ ഇന്ന കാര്യം കുറെ ലിസ്റ്റ് അങ്ങ് എഴുതിയിട്ടുണ്ടാവും അല്ലെ? ഇന്നതിന് ഇത്ര രൂപ, ഇന്നതിന് ഇത്ര രൂപ എന്ന് പറഞ്ഞല്ലേ ആ ഒരു ബില്ല് തയ്യാറാക്കുന്നേ. അപ്പൊ അത് കൃത്യമായിട്ട് വിശദീകരണം നമുക്ക് നൽകാനും ആ വിശദീകരണം നമുക്ക് സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ ആ ബില്ല് പരിശോധിക്കാനുമുള്ള ഒരു അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ലാസ്റ്റ് വരുന്നതാണ് റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്. ഹോസ്പിറ്റൽ റൂളുകളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ. അപ്പൊ ഈ പറയുന്ന ഹോസ്പിറ്റൽ റൂളുകള് കൃത്യമായിട്ട് അവിടുത്തെ ആളുകൾ പാലിക്കുക, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് കുറെ അധികം കാര്യങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? അപ്പൊ അതിനുള്ള ഒരു അവകാശം കൂടി ആ പേഷ്യന്റിന് ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങള് പേഷ്യൻസിന് കിട്ടേണ്ട റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ലിയർ ആണോ അത്? ഏതെങ്കിലും പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യണോ മിസ്? ഓക്കെ ആണെങ്കിൽ അടുത്ത ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്
miscellaneous act that can be applied to hospital. ഹോസ്പിറ്റൽസുമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിവിധ നിയമങ്ങൾ, കുറച്ചധികം നിയമങ്ങളുണ്ട്. അതിൽ ഒന്നാമതാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. ഒന്ന് റിലീവ് ചെയ്തിട്ട് ആ ഒരു വർഷം നോക്കണം കേട്ടോ. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ the Societies Registration Act 1860 controlled the working and management of institutions established or owned by charitable trust. അതായത് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ കേട്ടിട്ടില്ലേ? ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളൊക്കെ ഇല്ലേ? ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുന്ന ഹോസ്പിറ്റലുകളില്ലേ? ഉണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുന്ന അത് അവർ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലോ ഉള്ളതായിട്ടുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും മാനേജ്മെന്റിനെയും നിയന്ത്രിക്കുന്ന ഒരു ആക്ടാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ അവർ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലോ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങള് അല്ലെ, ആ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു നിയന്ത്രണമാണ് ഈ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലൂടെ നടപ്പിലാക്കുന്നത്. മനസ്സിലായോ? ഓൾ ഹോസ്പിറ്റൽ ഇൻ ദ വോളണ്ടറി സെക്ടർ ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ഇൻ ദ മെഡിക്കൽ കെയർ ഫീൽഡ് ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതായത് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ മേഖലയിലുള്ള ഒരു ഹോസ്പിറ്റലുകളാവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആവാം, അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾ ഉണ്ടാവും അല്ലെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. മെഡിക്കൽ കെയർ ഫീൽഡിലുള്ള ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളാവാം, അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് ആവാം, ഇവയെല്ലാം ഈ ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിൽ പറയുന്നത്. സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടില് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ അവർ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലോ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകളുടെ പ്രവർത്തനവും മാനേജ്മെന്റിന്റെയും ഒരു നിയന്ത്രണമാണ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ടിലൂടെ നടപ്പിലാക്കുന്നത്. ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളും, അതായത് വോളണ്ടറി സെക്ടറിലുള്ള സന്നദ്ധ മേഖലയിലുള്ള സ്ഥാപനങ്ങള്, എല്ലാ ആശുപത്രികളും, അതുപോലെ തന്നെ നോൺ ഗവൺമെന്റ് ഏജൻസികൾ, ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള സ്ഥാപനങ്ങള് മുതലായ എല്ലാ മെഡിക്കൽ കെയർ ഫീൽഡിലുള്ള ഇങ്ങനെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളും നിർബന്ധമായിട്ടും ഈ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ ആണോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ. അടുത്തത് ഇതേപോലെ തന്നെ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് വെച്ചാല് ഇയർ പഠിച്ചാൽ മതി, ഡേറ്റ് വേണ്ട കേട്ടോ. ഇയർ പഠിക്കുക. അതുപോലെ ഈ ആക്ട് എങ്ങനെ വേണ്ടി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് ഈ ആക്ടിന്റെ പ്രധാന ഉദ്ദേശം, അത്രയും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ some states have enacted their own public charitable trust act. പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഓരോ സംസ്ഥാനങ്ങളും, മിക്ക സംസ്ഥാനങ്ങളും അവരുടേതായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. which normally control the detailed working and management of hospital established by public charitable trust. അതായത് ഇവിടെ ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പബ്ലിക് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ട്രസ്റ്റുകളിലെ, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകളിലെ, പബ്ലിക് ട്രസ്റ്റുകളിലെ ഇല്ലേ, ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രസ്റ്റുകളില്ലേ, പബ്ലിക് ട്രസ്റ്റുകള് ഉണ്ടോ? ഇല്ലേ? ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ട്രസ്റ്റ് ആവാം, റിലീജിയസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പബ്ലിക് ട്രസ്റ്റുകളാവാം. അപ്പൊ ഇങ്ങനെയുള്ള ട്രസ്റ്റുകളൊക്കെ ഈ ഒരു നിയമത്തിന് കീഴിൽ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഈ ഒരു നിയമത്തില് ഇങ്ങനെയുള്ള പബ്ലിക് ട്രസ്റ്റുകളുടെ രജിസ്ട്രേഷൻ, മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നിയമം പ്രധാനമായിട്ടും ഡീൽ ചെയ്യുന്നത്. ഈ ഒരു സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഇങ്ങനെയുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകളുണ്ട്. നമ്മുടെ കേരളത്തിനും അതേതായിട്ടുള്ള കേരള പബ്ലിക് ട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടുകൾ ഉണ്ടായിരിക്കും. ഈ ആക്ട് പ്രകാരം എല്ലാ പബ്ലിക് ട്രസ്റ്റുകളും, അതായത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാവാം അല്ലെങ്കിൽ റിലീജിയസ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ട്രസ്റ്റുകളാവാം, ഇവയെല്ലാം കൃത്യമായിട്ട് ഈ ഒരു സ്റ്റേറ്റിന്റെ ഈ ഒരു ആക്ടിന് കീഴിൽ നിർബന്ധമായിട്ടും
രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് ഈ ഒരു നിയമത്തിൽ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ വീട്ടിലൊക്കെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഓരോ ആളുകൾ വരാറില്ലേ? നമ്മൾ പൈസയൊക്കെ കൊടുക്കാറുണ്ടോ? അപ്പൊ അവരെന്ത് ചെയ്യും? ആ ഒരു നോട്ടീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രൈവറ്റ് ആയിട്ട് വരുന്നേ നോട്ടീസിലൊക്കെ നിങ്ങൾ രജിസ്റ്റേർഡ് എന്ന് പറയുന്നത് ഒരു നമ്പറും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? രജിസ്റ്റേർഡ് അണ്ടർ ഇന്ന ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, അവര് രജിസ്റ്റർ നമ്പർ സീല് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അത് തന്നെ. അപ്പൊ ഏതൊരു ട്രസ്റ്റ് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കണമെങ്കിലും അത് ചാരിറ്റിക്കായിക്കോട്ടെ റിലീജിയസ് പ്രാക്ടീസിനായിക്കോട്ടെ ഒരു നിർബന്ധമായിട്ടും അവർ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. അതാണ് ഈ ഒരു നിയമം കൊണ്ട് അർത്ഥമാക്കുന്നത്. നിങ്ങൾക്ക് അത് വായിച്ച് ഇച്ചിരി കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ആദ്യം അത് എന്താന്ന് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറയുന്നത്. ഇവിടെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എന്താ, എവിടെയും ചാരിറ്റി പരമായിട്ട് ചാരിറ്റിക്ക് വേണ്ടി ഒരുപാട് പബ്ലിക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ചാരിറ്റി എന്ന് പറയുന്ന പർപ്പസിന് വേണ്ടി ഹോസ്പിറ്റലുകൾ നിർമ്മിക്കാറുണ്ട് അല്ലേ? അപ്പൊ അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നിർമ്മിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, ക്യാൻസർ സെന്ററുകള്, പാലിയേറ്റീവ് കെയർ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഓർഗനൈസേഷൻസ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് സ്ഥാപിക്കാറുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ എല്ലാത്തിന്റെയും അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ആ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഈ ഒരു ചാരിറ്റിയുടെ കീഴിലാണ് അല്ലെ? അങ്ങനെ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനങ്ങളുടെയൊക്കെ ആ ഒരു ചാരിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് നിർബന്ധമായിട്ടും ഈ ഒരു ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാ പറയുന്നത്. മറ്റത് നമ്മൾ മോളിൽ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളുടെ മാനേജ്മെന്റും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും എല്ലാ ഹോസ്പിറ്റലുകളും നമ്മൾ അവിടെ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് വഴി എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടില് ആ ട്രസ്റ്റുകളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്യേണ്ടത്. ട്രസ്റ്റുകളെ രജിസ്റ്റർ ചെയ്തിരിക്കണം. അവര് ചിലപ്പോൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഹോസ്പിറ്റലുകൾ ആരംഭിക്കാറുണ്ട്. ആ ഹോസ്പിറ്റലുകൾ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഇതുപോലെ ഹോസ്പിറ്റൽ അവർ സ്ഥാപിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മാനേജ്മെന്റും ഒക്കെ നടത്തുന്ന അങ്ങനെയുള്ള പബ്ലിക് ട്രസ്റ്റുകള് നിർബന്ധമായിട്ടും ഈ സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. In such states, their society should also be registered under the State Act. ഈ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റീസ് നിർബന്ധമായിട്ടും ഇവിടെ ആ ഒരു രജിസ്റ്റർ ചെയ്തിരിക്കും. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലും അതിനോടൊപ്പം എന്തൊക്കെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അതും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഭാഗമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യും. ക്ലിയർ ആണല്ലോ? രണ്ട് ആക്ടും ഓക്കെയാണോ? ഓക്കെ. അടുത്തത് ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓഫ് നഴ്സിംഗ് ഹോം. ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് ആക്ടുകളുണ്ട്. There are regional laws in each state controlling the establishment and standards about the hospital or nursing home. ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കണം അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോം സ്ഥാപിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, അതുപോലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു റീജിയണൽ ലോസ്, പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രാദേശികമായിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ഓരോ സംസ്ഥാനത്തും അതിനനുസരിച്ചുള്ള പ്രാദേശിക നിയമങ്ങളാണുള്ളത്. അപ്പൊ അത് ആ ഒരു സംസ്ഥാനത്ത്, ആ ഒരു കേരളത്തിലാണെങ്കിൽ ആ ഒരു സംസ്ഥാനത്ത് ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകൾ സ്ഥാപിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള മാനദണ്ഡങ്ങളും അതിനനുസരിച്ചുള്ള ലോസും ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിലൊരെണ്ണമാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. അതായത് ഇവിടെ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ പറയുന്നത് എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദിസ് ഡെഫിനിഷൻ വിത്തിൻ ദ റീജിയണൽ മുനിസിപ്പൽ ജുറിഡിക്ഷൻ. അപ്പൊ ഇവിടെ പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിയിൽ വരുന്ന നിയമപരമായിട്ട് അവരുടെ ലോയിൽ പറയുന്ന രീതിയിലുള്ള അതിലുൾപ്പെടുന്ന ഏതൊരു സ്ഥാപനവും എന്ത് ചെയ്യണം? ഈ ആക്ട് വഴി രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ ഇവരുടെ ആ ഒരു ആക്ടിൽ പറയുന്ന ഈ ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഹോസ്പിറ്റലും അതുപോലെ നഴ്സിംഗ് ഹോം അതുപോലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു ആക്ടിന് കീഴിൽ നിർവചിക്കപ്പെടുന്ന ഒരു ടേമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ടിന് കീഴിൽ നിർവചിക്കപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും ഇതിന് കീഴിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇനി ഈ ഒരു ആക്ട് പ്രധാനമായിട്ടും രജിസ്റ്റർ ചെയ്യുന്നത് ഇസ് ഡിസൈൻ ടു മാനേജ് ദ പേയ്മെന്റ് ഓഫ് വേജസ്. അതായത് ആ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ടാവും അല്ലെ? ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അവിടെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നില്ലേ അല്ലെ? അവരുടെ
പേയ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. വേജസ്, അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ വേതനം, അവർ ഓഫ് വർക്ക്, എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ അവധി ദിവസങ്ങൾ ഏതൊക്കെയാണ്, ടേംസ് ഓഫ് സർവീസ്, അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എന്തൊക്കെയാണ്, അതർ വർക്ക് കണ്ടീഷൻ, അവരുടെ ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആ ഷോപ്പിൽ എംപ്ലോയ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവനക്കാർ, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ പേയ്മെന്റ്, അവരുടെ എത്ര അവർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ അവധി ദിവസങ്ങൾ, അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ, മറ്റ് വർക്കിംഗ് കണ്ടീഷൻസ് മുതലായ കാര്യങ്ങളെല്ലാം എന്തില് ഉൾപ്പെടുന്നുണ്ട്, ഈ ഒരു നിയമത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പറയുന്നത് ഒരു ഷോപ്പ് ആയിക്കോട്ടെ, മറ്റ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അതിന്റെയൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ സ്ഥാപനങ്ങളും, അതായത് അവരുടെ പ്രിൻസിപ്പൽ എന്താണ്, റീജിയണൽ മുനിസിപ്പൽ ജൂറിഡിക്ഷൻ, ആ പ്രാദേശിക മുനിസിപ്പൽ അധികാര പരിധിയിൽ ഉൾപ്പെടുന്ന അവരുടെ ആക്ടിൽ നിർവചിച്ചിട്ടുള്ളതിൽ, ആ ഡെഫിനിഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് ഒരു ഹോസ്പിറ്റൽ ആവാം, ഒരു ഷോപ്പ് ആവാം, അങ്ങനെ ഇതിനുള്ളിൽ വരുന്ന എല്ലാ തരത്തിലും അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായിട്ടും ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസുമായി ബന്ധപ്പെട്ട അവരുടെ പേയ്മെന്റ് ഓഫ് വേജസ്, അവർ ഓഫ് വർക്ക്, ലീവ്, ഹോളിഡേ, ടേംസ് ഓഫ് സർവീസ്, മറ്റു വർക്ക് കണ്ടീഷൻ മുതലായ കാര്യങ്ങളെല്ലാം ഈ ഒരു നിയമത്തിന് കീഴിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. നമുക്ക് നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം കേട്ടോ. കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാല് അത് പറയാനുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തുടങ്ങാൻ തീരില്ല. അപ്പൊ അത്രയും വരുമ്പോ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരണം കേട്ടോ. ഓക്കെ, നമുക്ക് കുറച്ച് ഭാഗം കൂടി ഉള്ളു. ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ കേട്ടോ. വെരി സിമ്പിൾ ആയിട്ടുള്ള ഭാഗമാണ്. താങ്ക് യു.